അമീർ, എൻ്റെ പുതിയ ചാറ്റ് ഫ്രണ്ട്. ഈ ഫിലിമിലുള്ള ഈ ഒരു ക്ലിപ്പ് നമ്മൾ മലയാളികൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. പക്ഷെ എന്താണ് ശരിക്കും ഈ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് കോൾഡ് അഡൽട്ട് ഗ്രൂമിങ്. ഇന്ന് പല പേരൻസും വളർന്നു വരുന്ന കുട്ടികളും അറിയേണ്ടതായിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത്. പല വീട്ടിലും ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് അഡൽട്ട് ഗ്രൂമിങ്? അതായത് മുതിർന്നായിട്ടുള്ള ഒരു വ്യക്തി അവർ ചെറിയ ആൾക്കാരെ, അതായത് നമ്മളെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ അവരുടെ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുക. ആദ്യം ഈ കുട്ടികളുടെ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക. പിന്നെ ഈ കുട്ടികളുടെ ക്യാരക്ടർ മെല്ലെ മെല്ലെ ഇവർ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. അവരുടെ ആവശ്യത്തിനായിരിക്കും ഇവരത് ചെയ്യുന്നുണ്ടാവുക. ഇത് പലപ്പോഴും ഒരു സ്ലോ പ്രോസസ്സും കൂടി ആയിരിക്കും. സോ എന്തായിരിക്കും ഈ അഡൽട്ട് ഗ്രൂമിങ് ചെയ്യുന്ന ആൾക്കാരുടെ മെയിൻ ക്യാരക്ടേഴ്സ്? ഫസ്റ്റ് അവർ ആദ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുക. ഇവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആവുന്ന രീതിയിലും ഇവർക്ക് ഇമോഷണലി അവൈലബിൾ ആവുന്ന രീതിയിലായിരിക്കും ഇവർ പെരുമാറുക. പിന്നീട് അങ്ങോട്ട് ഇവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഈ കുട്ടികളുടെ ട്രസ്റ്റ്, അതായത് നിനക്ക് ഞാൻ മാത്രമേ ഉണ്ടാവൂ അങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രസ്റ്റൊക്കെ കൊടുത്തിട്ട് അവർക്ക് ചുറ്റിലുള്ള ഒരു സറൗണ്ടിങ്സിനെ മാറ്റി നിർത്തി ഈ കുട്ടീനെ ടോട്ടലി ഇവരിലേക്ക് മാത്രം അടുപ്പിച്ചു കൊണ്ടുവരിക. നമ്മളെ ഡിജിറ്റൽ വേൾഡ് കുട്ടികൾക്ക് ഇന്ന് കൂടുതൽ ആക്സസിബിളും കൂടിയാണ്. ഇതിലൂടെയാണ് കൂടുതൽ മാനിപ്പുലേഷൻ ഡാറ്റ പ്രകാരം കാണിക്കുന്നതും. സോ ഇവരെന്താ ചെയ്യുക? ഡെയിലി ഇവർക്ക് മെസ്സേജ് അയക്കും, ഇവരുടെ അപ്ഡേറ്റ്സ് അറിയും, ഇവർ ഹാപ്പി ആണോ എന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും അവർക്ക് ഇനീഷ്യലി കിട്ടുന്നുണ്ടാവുക. ഇത് കാണുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ കിട്ടാത്ത ഒരു അറ്റൻഷൻ ഇവർക്ക് കിട്ടുന്നതായിട്ട് ഇവർക്ക് ഒരു ഇൻറ്റേർണലി ഫീൽ ചെയ്യും. അതായത് ഇവരെ പ്രേസ് ചെയ്യുന്ന പോലെയുള്ളൊരു വാലിഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കിട്ടുന്ന സമയത്താണ് നമ്മളെ ടീനേജ് സ്റ്റുഡൻസ് മെജോറിറ്റി ഇങ്ങനെ ഒരു അഡൽട്ട് ഗ്രൂമിലേക്ക് അവർ വീണു പോകുന്നത്. ഇനി ഈ അഡൽട്ട് ഗ്രൂമിങ് ചെയ്യുന്ന ആൾക്കാർ ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ലോൺലി ആയിട്ടുള്ളത്, ഇമോഷണലി വീക്ക് ആയിട്ടുള്ളത്, കോൺഫിഡൻസ് ഇല്ലാത്തവർ, സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇൻറ്റേർണൽ ഫീൽ ഉള്ള കുട്ടികളെയാണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇവർ ഈ ടെക്സ്റ്റ് മെസ്സേജസ് ഡെയിലി അയക്കുമ്പോൾ കുട്ടിക്ക് വേറൊരാൾ, എന്നെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ഫീലായിരിക്കും കിട്ടുക. ഇനീഷ്യലി ആണ് കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ? ഡെയിലി മെസ്സേജസ് അയച്ചിട്ട് ഇവരുടെ ഡെയിലി ലൈഫ് അപ്ഡേറ്റ്സ് എല്ലാം എടുക്കും. കുട്ടികൾക്ക് എന്താണ് തോന്നുന്നുണ്ടാവുക? എന്നെ കേൾക്കാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരാളുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഇനീഷ്യലി ഇവർക്കിത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഇവർ ഇമോഷണലി ഈ ആളിലേക്ക് ഡിപ്പെൻഡഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. റൈറ്റ്ലി എന്താണ് ഇവർ തമ്മിലൊരു ഏജ് ഡിഫറൻസ് ഉണ്ടാവുക? ചെറിയ കുട്ടികൾ ഞാൻ ആദ്യം പറഞ്ഞു 15, 16, 17 വയസ്സുള്ള ടീനേജ് ലെവലുള്ള കുട്ടികൾ, മുതിർന്ന ആൾക്കാർ 35, 25 എബവ്, ആ ഒരു ഏജ് 35, 25 അങ്ങനത്തെ ഏജുള്ള ആൾക്കാരായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ കമ്മിറ്റഡ് ആവുക. ഇനി ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് നമ്മൾ ചുറ്റിലുള്ള ആൾക്കാർക്ക് എന്താണ് കാണാൻ പറ്റുക? ഈ കുട്ടി ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. വീട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും കുട്ടി ഭയങ്കര എറഗൻ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ഈ അഡൽട്ട് ഗ്രൂമിങ് ചെയ്യുന്ന ആളാണെങ്കിലോ, നിന്നെ അവിടെ മനസ്സിലാക്കാൻ ആരും ഇല്ലേ, നീ അവിടെ ഒറ്റയ്ക്കല്ലേ, ഇങ്ങനെയുള്ള ലോൺലി തോട്ട്സ് കുട്ടിക്ക് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനൊരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞ് ആ കുട്ടി നമ്മളിൽ കൂടുതൽ എഡിക്റ്റഡ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാലായിരിക്കും ഈ അഡൽട്ട് ഗ്രൂമിങ് ചെയ്യുന്ന ആൾക്കാർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുക. ഇനി എന്താ ഇവർ ചെയ്യുക? ഈ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യും, ഇമോഷണലി അബ്യൂസ് ചെയ്യും, ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്യും. അങ്ങനെ ഈ കുട്ടീനെ ഒരു ടൈറ്റായിട്ട് പാക്കപ്പ് ചെയ്ത് ഒരു ഇമോഷണൽ പ്രഷറിലായിരിക്കും അവർ കൊണ്ടെത്തിക്കുന്നുണ്ടാവുക. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇത് മനസ്സിലാക്കി വരുമ്പോഴേക്കും വളരെ ലേറ്റ് ആയിട്ടുണ്ടാവും. ആ കുട്ടികൾ ഇതിനേക്ക് അഡിക്റ്റ് ആയി പോയിട്ടുണ്ടാവും. കുട്ടികൾക്ക് ഇതിനെങ്ങനെ പുറത്ത് വരണം എന്ന് അറിയുന്നുണ്ടാവില്ല. ഒരു മെൻ്റലി വളരെ മോശം സിറ്റുവേഷനിലൂടെ ആയിരിക്കും അവർ പിന്നീട് കടന്നു പോകുന്നുണ്ടാവുക. അതൊരു പക്ഷേ അവരുടെ അക്കാഡമിക്സിൽ, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ, അവരുടെ ഓവറോൾ ക്യാരക്ടറിൽ തന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസസ് വരുന്നത് എന്ന് നോക്കാം. ഇത് സംഭവിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല. അവർക്ക് ആ ഏജിൽ, അതായത് ടീനേജ് എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഏജിൽ കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ വാലിഡേഷൻ, അവർക്ക് കിട്ടേണ്ട ഒരു പ്രേസ്, അവർക്ക് കിട്ടേണ്ട ഒരു അറ്റൻഷൻ, ഇതൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ട്രാപ്സിലേക്ക് വീണു പോകുന്നത്. അവരുടെ വീടുകളിൽ നിന്ന് നേരിടുന്ന ക്രിറ്റിസിസം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തെറ്റാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്രിറ്റിസിസങ്ങളൊക്കെയാണ് ഇവരെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് നയിക്കുന്നത്. സോ ആസ് എ പേരൻ്റ് എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുക? മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്,
കുട്ടികളോട് നമ്മളുണ്ട്, അവർക്ക് നമ്മളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ അവരൊരു കാര്യം നമ്മളടുത്ത് വന്ന് പറയാണ്, അവരുടെ ക്രിട്ടിസൈസ് ചെയ്യാണ്ട് അവരുടെ അടുത്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഒന്ന് അവരടുത്ത് ഇരുന്നിട്ട് അവരുടെ അടുത്ത് പറയാം, പേടിക്കണ്ട, ഞങ്ങളുണ്ട്, എനിക്ക് നമ്മളില്ല, ഇങ്ങനെയുള്ള വേർഡ്സ് ആ ഏജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേൾക്കുമ്പോഴായിരിക്കും ഓക്കെ കുട്ടി ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് എല്ലാവരും ഉണ്ട്, ഇങ്ങനെയുള്ളൊരു ഫീൽ അവർക്ക് വരുന്നുണ്ടാവുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്കും അവരുടെ ഫ്രണ്ട്സായിട്ട് ഒരു ബോണ്ട് ഉണ്ടാവുക. അവരുടെ ഫ്രണ്ട്സിനെ വീട്ടിൽ വിളിക്കുക, അവരുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ക്ലോസ് സർക്കിൾ അവർക്ക് നിങ്ങളും ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള രീതിയിലേക്കുള്ള ഫീല് നിങ്ങൾ കൊടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റാമെന്ന് പറഞ്ഞാൽ അവരുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് പേരൻ്റൽ കൺട്രോൾ, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യേണ്ടതും പ്രോസ് ആൻഡ് കോൺസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനത്തെ മെസ്സേജസിനാണ് നിങ്ങൾ റിപ്ലൈ കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒരിക്കലും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് നീ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്യാണ്ട് നിൽക്കില്ല. ബിക്കോസ് അവരുടെ പ്യുവർ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രഷറും കാര്യങ്ങളൊക്കെ അവർക്ക് വരുമ്പം ഇത് അവർ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവർക്ക് റൈറ്റ് ആയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക, നീ ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ മെസ്സേജസ് നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. എന്താണത്, ഈ അഡൽട്ട് ഗ്രൂമിങ്ങിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളോടാണ്. കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അറിയാത്തൊരാൾ നമ്മളടുത്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുക ഇത് നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്, ബട്ട് ഇതൊരു പോസിറ്റീവ് കാര്യമല്ല. അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ നമ്മളെ യൂസ് ചെയ്യാനോ ഉള്ള കാര്യത്തിനായിരിക്കും നമ്മളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും വന്ന് ചോദിക്കുന്നുണ്ടാവുക. സോ ഡു നോട്ട് ഓവർ കമ്മ്യൂണിക്കേറ്റ് യുവർ പേഴ്സണൽ പ്രോബ്ലംസ്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അഡൽട്ട് ഗ്രൂമിങ് ചെയ്യുന്ന ആൾക്കാർ എന്തായിരിക്കും കുട്ടികൾക്ക് പറയുന്നുണ്ടാവുക, ഇത് ആരോടും പറയണ്ട കേട്ടോ, സീക്രട്ടായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെയൊക്കെ പറയുന്നതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ കറക്റ്റ്ലി പേരൻസിൻ്റെ അടുത്തോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് അവർ അയച്ചിട്ടുള്ള മെസ്സേജസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാണ്ടിരിക്കുക. അത് അവർ ഏത് കമ്മ്യൂണിക്കേഷൻ പോർട്ടൽ യൂസ് ചെയ്തിട്ടാണ് അത് അയക്കുന്നത്, അവരുടെ അക്കൗണ്ട് നെയിം, കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ അക്കൗണ്ട് എന്തായാലും ബ്ലോക്ക് ചെയ്തിരിക്കുക. ഓക്കെ, കംപ്ലീറ്റ്ലി നിങ്ങൾ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക. അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരെ കംപ്ലീറ്റ്ലി നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. ഈ അഡൽട്ട് ഗ്രൂമിങ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. നമ്മളുടെ കുട്ടികളുടെ ഗ്രോത്തിനെ അത് വളരെ നല്ല രീതിയിൽ ബാധിക്കും. ഈവൻ ദോ മെൻ്റലി ആൻഡ് ഓൾസോ ഫിസിക്കലി അവരെ നല്ല രീതിയിൽ ഇത് ബാധിക്കും. സോ ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമ്മൾ അവെയർ ആയിട്ടിരിക്കുക. പേരൻസ് അവർക്ക് എപ്പോഴും ഇമോഷണലി അവൈലബിൾ ആവുക, അവരെ ക്രിട്ടിസൈസ് ചെയ്യാണ്ട് ബിഹേവ് ചെയ്യുക. ആൻഡ് സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലവ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും കൺട്രോൾ ചെയ്യുക, കെയർ എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ ഓവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഇതൊന്നും അല്ല ഈ സംഭവം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സോ എല്ലാവരും ഈ അഡൽട്ട് ഗ്രൂമിനെ കുറിച്ച് അവെയറായി നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സേഫ് ആക്കി വെക്കുക കേട്ടോ.